ബാക്കി ആ പെൺകുട്ടികളെ കാര്യങ്ങൾ ഇതുവരെയും ഒരു തീരുമാനമാവാൻ നിൽക്കുകയാണ്. പെൺകുട്ടി ആ പാറപ്പുറത്തുണ്ടായിരുന്ന പെൺകുട്ടി വലിച്ചഴിക്കണയിൽ കൂട്ടം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. അത് അത് ഒരു ആൻറ്റി റാങ്കിങ് സ്ക്വാഡിൽ പറയുന്നുണ്ട്. പഴയ പെൺകുട്ടി ഇപ്പോൾ അറിയുന്ന കോളേജ് മാറാനായിട്ട് കോളേജുകാരെല്ലാം ഒത്താശം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. കോളേജ് മാറിയിട്ട് വേറൊരു കോളേജിൽ പോകുന്നത്. വേറൊരു കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മണ്ണുത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ മണ്ണുത്തിയിലോട്ട് മാറാനാണ് ആദ്യത്തെ ബിൻസി എന്ന് പറഞ്ഞാൽ അവനെ തിരിച്ചു വിളിച്ച ബിൻസിയാണ്. ആ ബിൻസി ഇപ്പോൾ കോളേജ് മാറാനായിട്ട് എല്ലാ ഒത്താശയും കോളേജുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതിനെതിരെയൊക്കെ എനിക്ക് പ്രതികരിക്കണമല്ലോ. ഞാനത് ഗവർണറെ ഉടനെ കാണാൻ പോകും. ഗവർണറെ കാണണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ സസ്പെൻഡ് ചെയ്തതിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് എന്തിനാണ് ആ ഹോസ്റ്റലിൽ കണ്ടുകൊണ്ട് നിന്നതിനാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനാ ചെയ്തതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് എന്തിനാ ആ ഹോസ്റ്റലിൽ പോയത്? ഫസ്റ്റ് ഇയറിൽ ഒരിക്കലും ആ സ്റ്റുഡൻറ്റിന് ആ ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ 20 കിലോമീറ്റർ അപ്പുറത്ത് അവരെ ഹോസ്റ്റൽ, അവർക്കൊരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹോസ്റ്റലിൽ പോകണമെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് പോകണമെങ്കിൽ അവിടുത്തെ ഡീനിൻ്റെ അസിസ്റ്റൻറ്റ് വാർഡന് HOD എല്ലാവരെയും പെർമിഷനോട് കൂടിയ ഒരു കുട്ടിക്ക് അതിനകത്ത് പോകാൻ പറ്റുള്ളൂ. അതായത് സെക്കൻഡ് ഇയർ മുതലേ ഹോസ്റ്റലിൽ പ്രവേശനമുള്ളൂ. ഫസ്റ്റ് ഇയറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും പേരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു കുട്ടിക്ക് കയറാൻ പറ്റുള്ളൂ. അതാണ് നിയമം. അത് നിയമമൊക്കെ അവർ കാട്ടിപ്പറത്തി, അത് വേറെ കാര്യം. അങ്ങനെ ഉള്ളപ്പോൾ ഈ 90 ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ ഇവരെന്തിനാണ് ഈ സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്ന ദിവസം ആ ഹോസ്റ്റലിൽ കൊണ്ട് കയറ്റിയത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 90 പേരെ കണ്ടുകൊണ്ടിരുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിൽ നിന്നാണ് 30 പേരെ സസ്പെൻഡ് ചെയ്തത്. അറിയിക്കറിയില്ല ആരൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ എന്തിനാണ് അവരെ അകത്ത് കയറ്റിയത്? ഏത് കാരണത്തിൽ ഈ 90 പേരെ കയറ്റിയത്? 90 പേരെ കയറ്റിയ കാരണമെന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ ഞാൻ പറയാം. ഈ 90 പേരെ കയറ്റി ഈ SFI എന്നുള്ള ഭീകര സംഘടന ചെയ്യുന്ന ക്രൂരകൃത്യം ബാക്കിയുള്ളവർക്ക് കൂടെ ഒരു പാഠമായിരിക്കണം. അതായത് വന്ന ജൂനിയർ സ്റ്റുഡൻറ്റിന് ഒരു പാഠമായിരിക്കണം. അവർ ഇതുപോലെ സിദ്ധാർത്ഥൻ ചെയ്തതുപോലെ അവരെ മൈൻഡ് ചെയ്യാതെ നടക്കല്, അല്ലെങ്കിൽ അവിടെ സ്റ്റാർ ആവാൻ വേണ്ടി ശ്രമിക്കല്, അല്ലെങ്കിൽ അവർ ചൊൽപ്പടിക്ക് നിൽക്കണം, അവർ പറയുന്നത് കേട്ട് നിൽക്കണം. അല്ലാതെ അവരവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പാടില്ല. സിദ്ധാർത്ഥൻ ചെയ്തത് അങ്ങനെയാണ്. അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആരെയും പേടിക്കാതെ പയക്കാതെ എമ്മാരെ ഭീഷണി ഒന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിൻ്റെയൊക്കെ ഫലം എന്ന്, നിൻ്റെയൊക്കെ നിൻ്റെയൊക്കെ അനുഭവം എന്ന് കാണിച്ചു കൊടുക്കാനായി 90 സ്റ്റുഡൻറ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് ഈ SFI എന്നുള്ള ട്രെയിനിങ് കിട്ടിയ ഈ ഭീകര സംഘടന ആ പ്രസിഡന്റ് ഉൾപ്പെടെ കൊണ്ടുപോയത്. അപ്പോൾ അതിനെതിരെ എനിക്ക് അറിയണമല്ലോ എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ടുപോയെന്നുള്ളത്. അറിഞ്ഞേ പറ്റുള്ളൂ. അത് ഉടനെ അറിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ, മുഖ്യമന്ത്രിയാണ് എനിക്ക് ഉറപ്പ് തന്നത്. അല്ല മുഖ്യമന്ത്രി കത്ത് കൊടുത്ത് വിടുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തതല്ല, ഈ CBI അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതുവരെയ്ക്ക് CBI അന്വേഷിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം മതിയാക്കി. CBIയുടെ അവരൊക്കെ ഡൽഹി ഓഫീസിലേക്ക് ഒഫീഷ്യൽ ലെറ്റർ പോകണമെന്ന് പറയുന്നു. ഇതുവരെയ്ക്കും പോയിട്ടില്ല. തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ VCയുടെ ജോലി ഇപ്പോൾ തെളിവ് എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക എന്നത്. അപ്പോൾ ഇതിനെതിരെ ഞാൻ പ്രശ്നം ഉടനെ ചെയ്യും. മിക്കവാറും ഈ ആഴ്ച തന്നെ ഉണ്ടാവും. ഈ ആഴ്ച കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ പ്രതിഷേധമായിട്ട് പോകും. ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും. അതിൽ ഞാൻ വേറെ ഈ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെയൊന്നും ഞാൻ ആരെയും പിന്തുണയൊന്നും ചോദിക്കുന്നില്ല. എന്നെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ പിന്തുണയ്ക്കും, അത്രേ പറയുന്നുള്ളൂ. ഞാൻ പോകുന്നത് ഞാനും കുടുംബവും, ഞാനും എൻ്റെ ഭാര്യയും, ഇനി എനിക്കൊരു മകനുണ്ട്. ആ വീട്ടിലോട്ട് തന്നെ പോകും. എന്നെ ആര് തടഞ്ഞാലും ചിലപ്പം എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അത് എൻ്റെ മകൻ അനുഭവിച്ച ഒരു വേദനയും നാണക്കേടും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വേദനയും, ഒരു തുണി പോലും ഇല്ലാതെയാണ് അവർ 3 ദിവസം പീഡിപ്പിച്ചത്. അതിലും വലിയ നാണക്കേട് എനിക്ക് ഒരിക്കലുമില്ല, വേദനയില്ല. ഞാൻ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും അവിടെ ചെന്ന് പ്രതിഷേധിക്കുന്നത്. ഞാൻ ഉടനെ പോയി പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വല്ല ആക്ഷൻ എടുത്തിട്ടില്ല. അക്ഷയ് എന്ന് പറഞ്ഞ അവനെക്കുറിച്ച് ആക്ഷൻ എടുത്തിട്ടില്ല. ഡീന് സസ്പെൻഡായി. ഡീനിപ്പം നല്ല സുരക്ഷിതമായിട്ട് ഡീനിരിക്കുക. അപ്പോൾ ഇതിനെതിരെ ഇതിനൊക്കെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ പോയിട്ട് ഞാൻ പ്രതിഷേധം അറിയിക്കും. എനിക്ക് വേറെ ഒരു പിന്നോട്ടില്ല, ഒരിക്കലും ഞാൻ പിന്നോട്ടില്ല. അത് ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. കാര്യമൊന്നുമില്ല. അതന്ന് എല്ലാവരെയും മൂടിക്കെട്ടണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു സർക്കാരിന്. 2 കാര്യമുണ്ട്. ഒന്ന്, ഇലക്ഷൻ വരുന്നു. ഇലക്ഷൻ അതിനെ ബാധിക്കുമോ എന്ന് അവർ പേടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടെ രാഷ്ട്രീയമായിട്ട് അവർക്ക് അറിയില്ല. പക്ഷേ അതാണ് അവർ പേടിച്ചത്. രണ്ടാമത്, എല്ലാ ഭാഗത്തുനിന്നും അവർക്കൊരു ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എല്ലായിടത്തുനിന്നും. മീഡിയ എന്നാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സംഘടനയാണെങ്കിലും എല്ലാത്തിലും. അപ്പോൾ എല്ലാവരെയും അവർക്ക് പെട്ടെന്ന് മൂടിക്കെട്ടണം. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ മൂടിക്കെട്ടണം. അതുകൊണ്ട് അവർ ഇറക്കിയ ഒരു തന്ത്രം ശരിക്കും ഞാനും അതിൽ വീണുപോയി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാനും വീണുപോയി. പെട്ടെന്നൊക്കെ ഒരു CBI അന്വേഷണം എന്ന് പറയുമ്പോൾ പറഞ്ഞ ഉടനെ തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അടങ്ങിയിരുന്നു. കുഴപ്പമില്ല നടക്കുമെന്ന്. ഈ ഒരാഴ്ച മതിയായിരുന്നു അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. അല്ല, അവർ തെളിവ് നശിപ്പിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാ മീഡിയക്കാരെയും അല്ലെ പത്രക്കാരെയും എല്ലാം ശാന്തമാക്കി
അതുപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പൊങ്ങി വരാനായിട്ട് കുറച്ചൊന്നും കൂടെ ആണ് ഈ ചൂടിങ്ങനെ വരാനായിട്ട് കുറച്ച് പാടുപെടും. അപ്പോൾ ആദ്യത്തെ ആ പീക്ക് ടൈമിൽ നിൽക്കുന്നതിനെ ഒന്ന് അടക്കി നിർത്തണം. അടക്കി നിർത്തിയിട്ട് ഇനി അതുപോലൊരു പീക്ക് ടൈം ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം. അതിലവർ നല്ലവണ്ണം വിജയിച്ചു. പക്ഷേ അവർ വിജയിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റില്ല. എനിക്കും വിജയിക്കണമല്ലോ, എൻ്റെ മോന് വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. അല്ല, അതുകൊണ്ട് ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്, ഞാൻ ഏതറ്റം വരെയും പോകും.